ജ്വല്ലറിക്ക് പുറത്തേക്കിറങ്ങിയ സത്യഭാമയോട് വിഷ്ണു ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇതെന്തു പറ്റി? ഒന്നുമില്ല, നീ വന്ന് വണ്ടിയെടുക്കാനെന്ന ദേഷ്യത്തോടെ പറഞ്ഞിട്ട് കാറിനകത്തേക്ക് കയറുകയാണ് സത്യഭാമ. അർജുൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവർ വണ്ടിയെടുത്ത് പോയിരുന്നു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലാണ്. അവിടേക്ക് വിഷ്ണുവും ദാസനും ജീപ്പിൽ എത്തുകയാണ്. വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ വിഷ്ണു പറയുകയാണ്, എടാ ദാസ, ലക്ഷണം കണ്ടിട്ട് ജ്വല്ലറിയിൽ നിന്നും എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതെങ്ങനെ മനസ്സിലായി എന്ന് ദാസൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, എടാ അതാണ് ടെലിപ്പതി. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് ദാ ഇവിടെ ഒന്ന് കൈ അമർത്തി പിടിച്ചാൽ അറിയാം എവിടെയെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ് വിഷ്ണു. അതെങ്ങനെ ആശാനെ എന്ന് ദാസൻ ചോദിക്കുകയാണ്. എടാ, അവൾ ഈ ഹൃദയത്തിലല്ലേ ഇരിക്കുന്നത്, പിന്നെ അവള് നടക്കുന്നതും ഇരിക്കുന്നതുമൊക്കെ എനിക്കറിയാൻ പറ്റില്ലേ? ഓ, അങ്ങനെയെന്ന് പറയുകയാണ് ദാസൻ. ഏട്ടത്തിയമ്മ വന്നിട്ടില്ലല്ലോ, എന്നാൽ നമുക്ക് വിട്ടാലോ ആശാനെ? ഏയ്, അവള് വരുമെടാ. അതെങ്ങനെ അറിയാം? ഓ, എലിപ്പതിയല്ലേ എന്ന് ദാസൻ പറയുകയാണ്. എലിപ്പതി അല്ലടാ, ടെലിപ്പതി. അങ്ങനെയാണ് വിവരമുള്ളവർ പറയുന്നത്. പക്ഷേ ഏട്ടത്തിയമ്മ വരുന്നത് വരെ ഇവിടെ കാത്തു കെട്ടിക്കിടക്കുന്നത് ഒരു നാണക്കേടല്ലേ ആശാനെ? നമ്മളെ പറ്റി നാട്ടുകാരെന്ത് വിചാരിക്കും? എടാ, കാത്തു കെട്ടിക്കിടക്കണ്ടടാ, നീ ആ ബോർഡ് കണ്ടോ? ഊണ് റെഡി. എടാ, ഇതൊരു ഹോട്ടലാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും പോയി ഭക്ഷണം ചോദിക്കാവുന്ന സ്ഥലം. അവിടെ നമ്മളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. അടിപൊളി ഐഡിയ ആശാനെ എന്ന് പറയുകയാണ് ദാസൻ. വിശന്നിട്ട് ചെറുകുടൽ വൻകുടലിനെ തിന്നാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി ആശാനെ. ശവം ഇറങ്ങടാന്നും പറഞ്ഞ് ദാസനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് വിഷ്ണു. ശാരദാമ്മ ഭക്ഷണം വിളമ്പുന്നത് കണ്ടിട്ട് ദാസനോട് വിഷ്ണു പറയുകയാണ്, എടാ, നീ കണ്ട അമ്മായിയമ്മയാണ്, നമസ്കാരം പറഞ്ഞേക്കാം, ഓക്കെ എന്ന് പറഞ്ഞ് പിറകെ പോവുകയാണ് ദാസൻ. ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മയുടെ കാൽ തൊട്ട് വന്ദിക്കുകയാണ് വിഷ്ണു. അയ്യോ എന്നും പറഞ്ഞ് ശാരദാമ്മ മാറുമ്പോൾ ദാസൻ പറയുകയാണ്, ആശാൻ അങ്ങനെയാണ്, മുതിർന്നവരെ വലിയ ബഹുമാനമാണ്, മുടി നരച്ച പെണ്ണുങ്ങളെയാണെങ്കിൽ അമ്മയെന്നേ വിളിക്കൂ. ഇത് കേട്ട് ശാരദാമ്മ പറയാണ്, മക്കള് വാ, വന്നിരിക്കുക, മക്കൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയാണ്, ഊണില്ലേ? അതിനുശേഷം ശാരദാമ്മ ശാരിയോട് പറയുകയാണ്, ശാരി, ഇലയിട്. ദാസൻ പറയാണ്, കണ്ടില്ലേ, ഇലയിട്ടുള്ള ഊണാണ്. അതിനുശേഷം ശാരി ഇല വയ്ക്കുകയാണ്. അന്നേരം വിഷ്ണു നമസ്കാരം പറയുന്നുണ്ട്. അതിനുശേഷം ശാരിയും ശാരദാമ്മയും ചേർന്ന് അവർക്ക് ഭക്ഷണം വിളമ്പുകയാണ്. അന്നേരം അവിടേക്ക് എത്തുകയാണ് ശാലിനി. വിഷ്ണു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ചുറ്റുമൊക്കെ കണ്ണോടിച്ചു നോക്കുകയാണ്. ശാലിനി വരുന്നത് കണ്ട് ദാസൻ പറയുകയാണ്, ആശാനെ, അതാരാണ് വരുന്നതെന്ന് നോക്കിയേ. ഏട്ടത്തിയമ്മ എന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിനിയെ ശ്രദ്ധിക്കുകയാണ്. ശാലിനിയെ കണ്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്തു പറ്റി? പോയ കാര്യമൊക്കെ നന്നായി നടന്നില്ലേ? ശാലിനി പറയുകയാണ്, എങ്ങനെ നന്നായി നടക്കാനാണ്? ഇന്നാട്ടില് ചില വിഷജന്തുക്കൾ ഉണ്ടല്ലോ. ആരുടെ കാര്യമാണ് മോളി പറയുന്നത്? ഒരു ബ്ലേഡ് സത്യഭാമയില്ലേ, അവരുടെ കാര്യം തന്നെ എന്ന് പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് കൈ ചുരുട്ടി മേശപ്പുറത്ത് അടിക്കുകയാണ്. പെട്ടെന്ന് ദാസൻ വിഷ്ണുവിന്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, ആശാനെ, കൺട്രോൾ. അത് കണ്ട് ശാലിനി ചോദിക്കുകയാണ്, എന്താ? അന്നേരം ദാസൻ പറയുന്നു, ആശാന് കുറച്ച് സാമ്പാർ വേണമെന്ന് പറയുമായിരുന്നു, അതാ വിളിച്ചതെന്ന് പറയുമ്പോൾ ശാരദാമ്മ ശാരിയോട് പറയുകയാണ്, ശാരി, കുറച്ച് സാമ്പാർ കൊടുത്തേ. ശാരദാമ്മ ചോദിക്കുകയാണ്, സത്യഭാമയെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായോ? എനിക്ക് ഉപദ്രവം ഉണ്ടായാൽ അവര് വിവരമറിയും. ഇത് എനിക്കല്ല, അർജുനേട്ടന്റെ അമ്മയ്ക്കാണ്. നാട് മുഴുവൻ ഭരിച്ചു തിമിർത്ത് നടക്കുകയാണ് സത്യഭാമ. ചക്രവർത്തിനിയാണെന്നാണ് വിചാരം. എന്നാൽ സ്വന്തം മകളുടെ ജീവിതത്തെ പറ്റി ഒരു ആലോചനയും ഇല്ല. ഇതൊക്കെ കേട്ട് വീണ്ടും ദേഷ്യം വന്ന് മേശപ്പുറത്തേക്ക് കൈവച്ചടിക്കുകയാണ് വിഷ്ണു. എന്താന്ന് വീണ്ടും ശാലിനി ചോദിക്കുമ്പോൾ ദാസൻ പറയാണ്, ആശാന് വീണ്ടും സാമ്പാർ കിട്ടിയില്ല. ആശാന് സാമ്പാർ ഒരു വീക്ക്നെസ് ആണേ. അന്നേരം ദേഷ്യപ്പെട്ട് ശാലിനി പോയി സാമ്പാർ എടുത്തു കൊണ്ടുവന്ന് വിഷ്ണുവിന് വിളമ്പുകയാണ്. ശേഷം ശാലിനി വീണ്ടും ശാരദാമ്മയോട് പറയുകയാണ്, ആ സത്യഭാമയ്ക്കൊരു മകനുണ്ടെന്നാണ് പറഞ്ഞത്, നാടറിയുന്ന റൗഡി. അന്നേരം വിഷ്ണുവും ദാസനും പരസ്പരം നോക്കുകയാണ്. ബ്ലേഡ് കാശൊക്കെ പിരിക്കാൻ പോകുന്നത് അയാളാണത്രേ. ശാരദാമ്മ പറയുകയാണ്, അതൊക്കെ എന്തിനാ മോളെ നമ്മൾ അന്വേഷിക്കുന്നത്? അന്വേഷിക്കണം, ഈ നാടിന്റെയും നാട്ടുകാരുടെയും ചോര ഊറ്റി കുടിച്ചാൽ ബ്ലേഡ് പലിശക്കാര് വളരുന്നതും ജീവിക്കുന്നതും. ഇവനൊക്കെ ഉരുട്ടി വിഴുങ്ങിയാൽ അതൊക്കെ ശരീരത്ത് പിടിക്കുമോ? അത് ഭക്ഷണം എടുത്ത് വായിലേക്ക് വെക്കുന്ന വിഷ്ണു ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് ആ ഉരുട്ടിയ ചോറ് ഇലയിലേക്ക് എറിയുകയാണ് വിഷ്ണു. ശാന്തേച്ചി പറഞ്ഞത് സത്യമാണ്, ബ്ലേഡ് അവര് കഴുത്ത് മുറിച്ചെടുക്കും, പാവങ്ങളെ അവര് പണം കൊടുത്ത് സഹായിക്കുമെന്നാണ് പറച്ചില്. പക്ഷെ അത് പലിശ സഹിതം തിരിച്ചെടുക്കാനായിട്ടാണ്. ഏതായാലും അവരുടെ മോർണിംഗ് വരട്ടെ. ഒത്തി അരിയും ശാലിനി സാമ്പാറിലിടുന്ന മുരിങ്ങക്കോല് പോലെ. അന്നേരം മുരിങ്ങക്കോലെടുത്ത് നോക്കുകയാണ് വിഷ്ണു. അന്നേരം ഊണ് മതിയാക്കി ഇലയെടുത്ത് പോവുകയാണ് വിഷ്ണു. ശാരദാമ്മ പറയാണ്, മോളെ, നീ ഒന്നും മതിയാക്ക്, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന പതിവുകൾ തന്നെയാണ്. പാവങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ ഒന്നും കൊടുക്കില്ല. അപ്പോ അവര് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങും. കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കുന്നത് ഒരു തെറ്റാണോ മോളെ? അതും ആവശ്യ സമയത്ത് സഹായിച്ചതല്ലേ? അന്നേരം വിഷ്ണു വന്ന് ചോദിക്കുകയാണ്, എത്രയായി? 100 എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, എന്തു പറ്റി? ഊണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഒരു തൃപ്തിയില്ലാതെ ഇല്ല, നന്നായിരിക്കുന്നു എന്ന് പറയുകയാണ് വിഷ്ണു. എന്നിട്ട് ശാലിനിയെ ചൂണ്ടി വിഷ്ണു ചോദിക്കുകയാണ്, അല്ല, ഇത് മോളാണല്ലേ? 3 പേരിൽ രണ്ടാമത്തവളാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു ചോദിക്കണേ, എന്തിനാ
അധികം ഇതൊന്നും മതിയല്ലോ. ശാലിനി അത് ശ്രദ്ധിക്കുമ്പോൾ വിഷ്ണുദാസിനോട് പറയണം, വാടാ കാശ് കൊടുത്തിട്ട് വാ. അവർ പോകുന്നത് കണ്ടിട്ട് ശാരദാമ്മ പറയുകയാണ്, മോളെ ഇന്നത്തെ ഊണിനെന്തോ കുഴപ്പമുണ്ടല്ലോ. എന്താന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയണം, അല്ലെങ്കിൽ പിന്നെ അവർ എഴുന്നേറ്റ് പോകില്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങി ജീപ്പിന്റെ അടുത്തെത്തിയ വിഷ്ണു ജീപ്പിന്റെ പുറത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. ദാസൻ വന്ന് ചോദിക്കണം, ആശാന് വിഷമമായോ? എന്റെ അമ്മയെ പറ്റിയാണ് അവൾ പറഞ്ഞത്. അവളായിപ്പോയി, ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ തകർത്തേനെ, അവളെയും അവളുടെ ചായക്കടയെയും. വീണ്ടും കാണിക്കുന്നത് മഴയുള്ള ഒരു സമയം. കുടുംബശ്രീ ഹോട്ടലിലെ ഊണ് റെഡി എന്ന ബോർഡ് മാറ്റി ശ്യാമ ഹോട്ടൽ അടയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ അവിടേക്ക് എത്തുകയാണ്. ഹലോ കുട്ടി എന്ന് വിളിക്കുമ്പോൾ ശ്യാമ നിൽക്കുകയാണ്. ഊണില്ലേ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞു എന്ന് പറയുകയാണ് ശ്യാമ. കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഊണ് കഴിഞ്ഞു, അത്ര തന്നെ. കുട്ടിയുടെ സംസാരം ശ്രദ്ധിച്ച് പുറത്തേക്ക് വന്ന് നോക്കുകയാണ് ശാരിക. പക്ഷേ ഒരു അരമണിക്കൂർ ലേറ്റ് ആയാൽ ഈ നാട്ടിൽ ഒരിടത്തും ഭക്ഷണം കിട്ടില്ല. എവിടെ ചോദിച്ചാലും പറയും ശാരദാമ്മയുടെ കുടുംബശ്രീയിൽ ചെന്നാൽ മതിയെന്ന്. ഇവിടെ വന്നപ്പോൾ ദാ ബോർഡ് എടുത്ത് അകത്ത് വയ്ക്കുന്നു. സാർ ഉച്ചയ്ക്കുള്ളതെല്ലാം കഴിഞ്ഞു, ഇപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക. ഇനി ഭക്ഷണം രാത്രിയിലേ കാണൂ. ഇവരുടെ സംസാരം ശ്രദ്ധിച്ചതിന് ശേഷം അകത്തു നിന്നും ശാരിക മോളേന്ന് ശ്യാമയെ വിളിക്കുകയാണ്. ഊണുണ്ടെന്ന് പറയ്. ശ്യാമ പറയണം, വരുമെന്ന അകത്തേക്ക് വരൂ സാർ, നല്ല വിശപ്പുണ്ടായിരുന്നു. ദാ കൊടുക്കെന്നും പറഞ്ഞ് പാത്രത്തിൽ ഭക്ഷണം വിളമ്പി ശ്യാമയെ ഏൽപ്പിക്കുകയാണ് ശാരിക. ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയുകയാണ്, ഉഗ്രം ഭക്ഷണം കേട്ടോ. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ടേസ്റ്റായ ഭക്ഷണം കഴിച്ചിട്ടില്ല. ശരിക്കും അമ്മ വിളമ്പി തരുന്നത് പോലെ. ഇതാണല്ലേ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടൽ? എത്രയായി എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, ഇതിന് പണം വേണ്ട. പണം വേണ്ടാന്ന് പറഞ്ഞാൽ? അല്ല, ഇന്നിവിടെ എല്ലാവർക്കും സൗജന്യ ഭക്ഷണം ആണോ? ശാരിക പറയുകയാണ്, സൗജന്യ ഭക്ഷണമൊന്നുമല്ല, ഹോട്ടൽ അടയ്ക്കുന്നത് വരെ എല്ലാവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങും. പിന്നെ വരുന്നവർക്ക് കൊടുക്കുന്നത് വീട്ടിലെ ഭക്ഷണമാണ്. അതിന് പണം വാങ്ങാൻ പാടില്ല. ഇപ്പൊ സാറിന് തന്നത് ചേച്ചി ഉച്ചയ്ക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണമാണെന്ന് പറയുകയാണ് ശ്യാമ. അതിനെങ്ങനെ പണം വാങ്ങും? കേട്ട് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് ശാരികയ്ക്ക് താങ്ക്സ് പറയുകയാണ്. അതിനുശേഷം മഴയത്ത് കുട നിർത്തി പുറത്തേക്ക് പോകുന്ന ആളിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ സ്വർണമൊക്കെ നോക്കുകയാണ് സത്യഭാമയും രാജിയും രമണൻ പിള്ളയും സെർവന്റും എല്ലാവരും. ഓരോന്നായി രാഘവൻ നായരെ എടുത്ത് കാണിക്കുകയാണ് സത്യഭാമ. എല്ലാം എടുത്ത് കാണിച്ചിട്ട് സത്യഭാമ പറയുകയാണ്, ഇതൊക്കെ അവൾക്ക്, നമ്മുടെ സുസ്മിതയ്ക്ക് നന്നായി ചേരും അല്ലേ? ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് പ്രീതി. രാഘവൻ നായർ ചോദിക്കുകയാണ്, കല്യാണത്തിന് ആഭരണം എടുക്കുന്നതിന് മുമ്പ് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് നീ വിഷ്ണുവിനോട് ചോദിച്ചോ? ഇത് കേട്ട് സത്യഭാമ പറയുകയാണ്, എന്തിന്? വിഷ്ണു എന്റെ മകനാണ്, ഞാൻ പറയുന്നതേ അവൻ അനുസരിക്കൂ. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടും. അത് കൊട്ടാരത്തിൽ നിന്നായാലും കുടിലിൽ നിന്നായാലും അത് അങ്ങനെ തന്നെ. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന പോലെ ആയല്ലോ കാര്യങ്ങൾ. ദേ അമ്പലത്തിൽ വെച്ച് സുസ്മിതയെ കണ്ടപ്പോൾ തന്നെ വിഷ്ണു നേരിട്ട് പറഞ്ഞു, അവളാ അവന്റെ പെണ്ണെന്ന്. നോക്കിക്കോ രാഘവേട്ട, സുസ്മിത ഈ വീട്ടിൽ കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവളായിരിക്കും ഇവിടത്തെ നിലവിളക്ക്. ഇതെല്ലാം ശ്രദ്ധിച്ച് ഇഷ്ടപ്പെടാതെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് പ്രീതി. മരുമകളല്ല അവൾ, എനിക്ക് സ്വന്തം മോളായിരിക്കും. ഇപ്പോഴും അവളുടെ കാലിലൊരു മുള്ളുകൊള്ളാൻ പോലും സമ്മതിക്കില്ല ഈ സത്യഭാമ. ഒരു 100 കൊല്ലം വിഷ്ണുവിന്റെ ഭാര്യയായി, അവന്റെ മക്കളുടെ അമ്മയായി, ഈ വീടിന്റെ റാണിയായി കഴിയണം അവൾ. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും. പെട്ടെന്ന് സത്യഭാമയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. ഞാൻ ഒന്നെടുത്തോട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് സത്യഭാമ. അതിനുശേഷം രമണൻ പിള്ള രാഘവൻ നായരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ട് പ്രീതി വിചാരിക്കുകയാണ്, മരുമകളെ മകളായി കാണാൻ മനസ്സുള്ള ഈ അമ്മയ്ക്കെന്തേ സ്വന്തം മകൾ കുടിച്ചിറങ്ങുന്ന ഈ കണ്ണീര് കാണാൻ കഴിയാത്തത്? ഭർത്താവിനൊപ്പം ജീവിക്കണം എന്നുള്ളത് അമ്മയുടെയും മകൾക്കും കാണില്ലേ ആഗ്രഹം? അതുമാത്രം ആലോചിക്കുമ്പോൾ എന്താ അമ്മയുടെ മനസ്സിന്റെ വലിപ്പം കുറയുന്നത്? അമ്മ മരുമകളെ നിലവിളക്കായി വാഴിക്കും. അപ്പോഴും ഇവിടെ കരിന്തിരിയായി കത്തു നിൽക്കുന്ന ഒരു ജന്മമുണ്ട്, ഈ മകള് തന്നെ. അങ്ങനെയൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ട് കരയുകയാണ് പ്രീതി. പിന്നീട് കാണിക്കുന്നത് രാവിലെ വിളക്കിനു മുമ്പിൽ തൊഴുതു പ്രാർത്ഥിക്കുന്ന ശാരദാമ്മയാണ്. ശേഷം ശാരദാമ്മയോട് രാജി പറയുകയാണ്, ശാരദാമ്മ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു, ഞാനിനി ഉച്ചയ്ക്ക് വന്നാൽ പോരെ? ശാന്ത ചോദിക്കുകയാണ്, അല്ല ശാരദാമ്മ, നേരം വെളിച്ചമായപ്പോൾ തന്നെ പ്രാർത്ഥന തുടങ്ങിയതാണല്ലോ, എന്താ കാര്യം? ശ്യാമയുടെ എക്സാം റിസൾട്ട് ആണ് ഇന്ന്. അതിനെന്താ, അവൾ നല്ല മിടുക്കിയായിട്ട് പാസ്സാവും. അങ്ങനെയല്ല ശാന്തേ, അവൾക്ക് സ്പോർട്സും കളികളും ഒക്കെയാണ് കൂടുതൽ താല്പര്യം. പരീക്ഷ തന്നെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നാണ് എന്റെ പേടി. ശാലിനിയുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയും ഇല്ല. പിന്നെ പിന്നാലെ പറഞ്ഞു നടക്കേണ്ട. എന്ത് തിരക്കാണേലും അതിനിടയിൽ അവള് പഠിച്ചോളും. ശാരികയോ എന്നെ കൊണ്ട് നന്നായി പഠിപ്പിക്കാൻ സാധിച്ചില്ല. മറ്റു മക്കളെങ്കിലും എന്ന് പറയുമ്പോൾ രാജി പറയുകയാണ്, ശാരദാമ്മ വിഷമിക്കേണ്ട. ശാരദാമ്മയുടെ 3 മക്കളും മിടുക്കികളാണ്, ഉത്തരവാദിത്തം ഉള്ളവരാണ്. ശാന്ത പറയുകയാണ്, ശാരദാമ്മ എങ്ങനെയാണ് ഈ വണ്ടി വലിക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആരും ശാരദാമ്മയെ നിരാശപ്പെടുത്തില്ല. അതിനുശേഷം അവിടെ നിന്നും പോവുകയാണ് ശാന്ത. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.